ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ആളെ കബളിപ്പിക്കുകയാണ്. മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കും. ഈ പാപത്തിനകത്തൊന്നും അറിയത്തില്ല, കാരണം അഭിനയം അറിയത്തില്ല. സുരേഷ് ഗോപി ചെയ്യുന്നതൊക്കെ നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എന്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി നിഷ്കരിച്ച് കളയുമെന്ന് ജനം. അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവരിലിട്ട് നക്കിത്തിൻ കള്ളത്തരം. ഇത് സ്വർണ്ണ കിരീടമായിട്ട് പോവുകയാണ്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നാ പോകുന്നത്. സ്വർണം പൂശിയ ചെമ്പ് കൊണ്ട് വെച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തലകുലുക്കി. എടുത്തോണ്ട് പോടാ, എടുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത്. കാര്യത്തോട്ട് വീഴുക, അമന്ന് വീഴുക, അതല്ലേ നടക്കുന്ന. ഒരാള് ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പാത്രം കൂടെ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ? നമ്മളൊക്കെ ചോദിക്കുമ്പോൾ 5-6 പാത്രമാണ് കുടിക്കുന്നത്. ഏതാ ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പോൾ ജീവിതത്തിൽ കഞ്ഞി കാണാൻ തനക്ക് തള്ളവരൽ നക്കി നാക്കി വെക്കുക. പുലയാടി മോനെ, എൻ്റെ അനിയനായിട്ടുള്ള സുരേഷ് ഗോപിയെ കുറിച്ച്, അതേപോലെ ഞങ്ങളുടെ ഫ്രട്ടേണിറ്റിയിലുള്ള ഗണേഷ് കുമാർ എന്തോ പരിഹാസ്യമായിട്ട്, കാരണം അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റേജിൽ എടുത്തിട്ടാണെന്ന് തോന്നുന്നു, അതുപോലെ തന്നെ മുഖേഷിനെ സ്റ്റേജിൽ എടുത്തിട്ട് അവരെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. നോമ്പറക്കാൻ പോയ സുരേഷ് ഗോപി കഞ്ഞി നക്കി കുടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അറിയോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. മോഹൻലാൽ എൻ്റെ വളരെ ക്ലോസ് സുഹൃത്താണ്. പലർക്കും ഭക്ഷണം കഴിക്കുന്നതിനൊരു രീതിയുണ്ട്. മോഹൻലാൽ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ആ പ്ലേറ്റ് നമുക്ക് കഴുകേണ്ടി വരില്ല, അത്രയും വൃത്തിയായിട്ടായിരിക്കും അദ്ദേഹം ഭക്ഷണം കഴിച്ച് പോകുന്നത്. അത് ഓരോരുത്തരുടെ ശീലമാണ്. 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ അതിൽ ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഞാനീ പറഞ്ഞ ഗണേഷ് കുമാറിനോട് ചോദിക്കുകയാണ്, ഇന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രി കറപ്ഷന് വേണ്ടിയിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗണേഷ് കുമാറെ നിങ്ങളുടെ അച്ഛനായിരുന്നു, മരിച്ചുപോയിട്ടുള്ള അച്ഛനായിരുന്നു, അല്ലാതെ വേറെ ആരും അല്ലായിരുന്നു. അപ്പം ചരിത്രം അത് പറയുന്നുണ്ട്. രണ്ടാമത്, അസംബ്ലി കയറിയതുകൊണ്ട് കേരളം പഞ്ചാബാക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞ് രാജിവെച്ച് പോകേണ്ടി വന്ന ഗതികേടുണ്ടായിട്ടുള്ളൊരു അച്ഛൻ്റെ മകനാണ് ഈ പറഞ്ഞ ഗണേഷ് കുമാർ. ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വ്യക്തിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വേറൊരു ചരിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ നമ്മൾ ഈ കബേർഡിനകത്ത് സ്കെൽട്ടം വെച്ചുകൊണ്ട് പറയരുത് ഞാൻ വളരെ ക്ലീനാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്. നോ. ഗണേഷ് കുമാറിനോട് ചോദിക്കട്ടെ, എൻ്റെ അനിയൻ സുരേഷ് ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അവരുടെ ഭർത്താവ് വന്ന് മൂക്കിടിച്ച് ചമ്മന്തിയൊക്കെ ഇട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിടേണ്ട ഗതികേട് എൻ്റെ അനിയൻ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ അനിയൻ സുരേഷ് ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അവരുടെ ഭർത്താവ് വന്ന് മൂക്കിടിച്ച് ചമ്മന്തിയൊക്കെ ഇട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിടേണ്ട ഗതികേട് എൻ്റെ അനിയൻ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.